കൈതാ അമ്മയ്ക്ക് കൈതാ. ഞായറാഴ്ച വൈകുന്നേരം ബ്രൗണിയും എവിടുന്നോ കയറി വന്ന് പേരിടാത്ത ഞങ്ങളുടെ പൂച്ചക്കുഞ്ഞും ഈ ആഴ്ചത്തെ മീൽ പ്ലാനും എൻ്റെ ചായയും. മീൽ പ്ലാൻ ഉണ്ടാക്കുന്നതിൻ്റെ ആത്മാർത്ഥമായും അഗാധമായും ഉള്ള ചിന്ത കൊണ്ട് രാത്രി 8 മണി കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഷോപ്പിങ്ങിന് ഇറങ്ങുന്നത്. പിന്നെ സൂപ്പർ മാർക്കറ്റിൽ കയറി തപ്പി സമയം കളയാൻ വയ്യാത്തതുകൊണ്ട് വീടിനടുത്തുള്ള ചെറിയൊരു കടയിലേക്കാണ് ഞങ്ങൾ വെച്ച് പിടിച്ചത്. ഞാനും അച്ഛനും മാത്രമേ ഇപ്പോൾ വീട്ടിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് അത്തരം ചെറിയ അളവിലാണ്. ഓരോ ആഴ്ചയും ഞാൻ ഉണ്ടാക്കാൻ പ്ലാൻ ചെയ്യുന്ന ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ ഇതെല്ലാം ഞാൻ നോട്ട് ചെയ്ത് വെക്കും. എന്നിട്ട് അതിനനുസരിച്ചാണ് സാധനങ്ങൾ വാങ്ങുന്നത്. അച്ഛനും ഞാനും മാത്രം ഉള്ളതുകൊണ്ട് അത്രയും ചെറിയ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കിയാലും മതി. തിരിച്ച് വീടെത്തുമ്പോഴത്തേക്കും മോൻ ഉറക്കം പിടിച്ചു തുടങ്ങിയിരുന്നു. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവൻ നല്ല ഉറക്കത്തിലേക്ക് പോകുകയും ചെയ്തു. മോനെ കിടത്തി പുറത്ത് വന്നപ്പോൾ ദാ നോക്കിയിരിക്കുന്ന എൻ്റെ ബ്രൗണി മോൻ. അച്ഛനെ പിടിച്ച് മിത്തൂട്ടിന് കാവലിരുത്തിയിട്ട് ഞാൻ പോയത് ലോണ്ട്രിയിലേക്കാണ്. മിത്തൂട്ടിൻ്റെ ലോണ്ട്രി ഇപ്പോൾ ഞാൻ ദിവസം 2 നേരം ചെയ്യുന്നുണ്ട്. ഇപ്പം എനിക്കതൊരു റുട്ടീനായി മാറിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബ്രൗണി മോന് സ്പോട്ട് ഓൺ ചെയ്തു. സ്പോട്ട് ഓണെ പറ്റി അറിയില്ലാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഡോഗ്സിനും ക്യാറ്റ്സിനും ഒക്കെ ടിക്സ് ഇൻഫെസ്റ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ, അല്ലെങ്കിൽ ചെള്ളിൻ്റെ ഇൻഫെസ്റ്റേഷൻ ഉണ്ടാവാതിരിക്കാൻ നമ്മൾ 3 മാസത്തിലൊരിക്കൽ ചെയ്യുന്നതാണ് സ്പോട്ട് ഓൺ. അത് കഴിഞ്ഞ് ഞാൻ കിച്ചൺ റീസ്റ്റോക്കിങ്ങിലേക്ക് കടന്നു. ഇതെനിക്ക് ഇഷ്ടമുള്ള പരിപാടിയാണ്. ഈ കിച്ചണിലിരിക്കുന്ന സാധനങ്ങളെല്ലാം ഉപയോഗിച്ച് തീർക്കുക, ബാക്കിയുള്ളതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്യുക, വീണ്ടും റീസ്റ്റോക്ക് ചെയ്യുക, വീണ്ടും ഉപയോഗിക്കുക. ഒരു കൊല്ലം മുന്നേ ഇതൊന്നും എൻ്റെ നിഘണ്ടുവിലില്ലാത്ത സാധനങ്ങളായിരുന്നു. പക്ഷേ ഇപ്പം ഇതൊക്കെ എനിക്ക് ചെയ്യാൻ ഇഷ്ടമാണ്. എന്നാലും ഇടയ്ക്ക് മോനെ നോക്കുന്നതും എൻട്രൻസ് എക്സാം പ്രിപ്പറേഷനും കുക്കിങ്ങും എന്നെ ഓവർവെൽം ചെയ്യിക്കാറുണ്ട്. ബട്ട് ഇറ്റ്സ് ഓക്കെ, ഇറ്റ്സ് ലൈഫ്, ഇറ്റ്സ് എ വേ ഇറ്റ് ഈസ്. ഇതിനിടയ്ക്ക് മോനൊന്ന് എണീറ്റു. അവനെ ഞാൻ എൻ്റെ ബേബി ക്യാരിയറിൽ ഇരുത്തിയിട്ട് ബാക്കി പണികൾക്കിറങ്ങി. കാലത്തെ എനിക്ക് അത്ര നേരത്തെ എഴുന്നേക്കാൻ പറ്റാത്തതുകൊണ്ട് രാത്രി തന്നെ മാക്സിമം പിറ്റേ ദിവസത്തേക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വെച്ചെങ്കിൽ എനിക്ക് അന്നത്തെ ദിവസം കറക്റ്റായിട്ട് പോകുള്ളൂ. അച്ഛനുണ്ടായിട്ടും ഞാൻ എന്താ ഇത്രയും കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛന് പറ്റുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാറുണ്ട്. കുക്കിങ്ങും മോനെ നോക്കലും പഠിക്കുന്നതുമാണ് എൻ്റെ മെയിൻ. ക്ലീനിങ്ങും ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളും നോക്കുന്നത് അച്ഛൻ തന്നെയാണ്. ഇത്രയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും സമയം ഒരു 12 മണി ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ ഇന്നത്തെ ദിവസം ഞാൻ വൈൻഡപ്പ് ചെയ്തു.